ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് സൺഡേ ആട്ടോ. അപ്പം നമ്മൾ സൺഡേയിൽ രാവിലെ എണീച്ചു. അപ്പം രാവിലത്തെ പരിപാടിയിലേക്ക് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ട്, അത് ഞാൻ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ രാവിലെ അപ്പം ആട്ടോ. അപ്പം അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജീരകവും ചുമന്നുള്ളിയൊക്കെ ആയിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടല അപ്പുറത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പവും കടലയായിട്ട് നമുക്കൊന്ന് വെച്ചെടുക്കണം. സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. എന്നിട്ട് ഇനിയിപ്പോൾ നേരെ കുക്കിങ്ങിലേക്കോട്ട് പോകണം കേട്ടോ. നമ്മുടെ ഈ ഒരു അപ്പത്തിൽ നല്ല ജീരകവും അതുപോലെ തന്നെ കൊച്ചുള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ല സ്മെല്ലാട്ടോ നമ്മുടെ അപ്പത്തിന്. അപ്പം നമുക്ക് നേരെ തന്നെ കിച്ചണിലേക്ക് പോയിട്ട് സൺഡേയുടെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീൻ കറി ഒന്ന് ചൂടാക്കി വെക്കും കേട്ടോ. കാരണം രാത്രിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. രാവിലെയും കൂടെ ഒന്ന് ചൂടാക്കണം, അല്ലെങ്കിൽ ചിലപ്പം വളിച്ചു പോകുമല്ലോ. അപ്പോൾ കടല ഇങ്ങനെ അടുപ്പത്തേക്ക് വെക്കാനായിട്ട് കുറച്ച് കറിവേപ്പില വേണ്ടി വരും. നമ്മുടെ ഒരു കറിവേപ്പ് മരമുണ്ട്. മരമൊന്നുമല്ല, അത് ചെറിയൊരു തൈയാട്ടോ. അപ്പം അതിൽ നിന്ന് 2-3 തണ്ട് ഒടിച്ചെടുക്കാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ അതിങ്ങനെ ഒടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു കറിവേപ്പ് പിടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. എന്തോ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രായത്തിൽ അതിൻ്റെ അകത്തുനിന്ന് ഇലയൊന്നും പിച്ചാൻ പാടില്ല. പിന്നെ ചില സമയത്തൊക്കെ ഞാൻ ഇച്ചിരിയൊക്കെ ഒടിച്ചെടുക്കും കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം നേരെയൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ നാരകത്തിൻ്റെ അതൊന്ന് കുറച്ച് 2 നാരങ്ങയൊക്കെ ഇവിടെ ഇങ്ങനെ താഴെ കിടക്കുന്ന കണ്ടത്. ഇത് നമ്മൾ പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പ് നാരകം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതിലാകുമ്പോൾ തന്നെ നല്ല ഹൈറ്റിൽ നല്ല അടിപൊളി നാരങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളങ്ങനെ പറിച്ചെടുക്കാറൊന്നുമില്ല, ഇങ്ങനെ താഴെ വീഴുമ്പോൾ എടുക്കാറുള്ളൂ. ഒരെണ്ണം തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കലക്കാനും മാത്രം ഉണ്ടത്. ഇപ്പോൾ ഈ വീണ് കിടന്ന ഈ ഒരു നാരങ്ങ നമ്മുടെ കറി നാരങ്ങയില്ല അച്ചാറിടുന്ന. അപ്പോൾ അതിൻ്റെ അത്ര ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു വലിപ്പം വെച്ചിട്ടുണ്ട്. ഇത് ഒരു തവണ ഞാൻ അച്ചാറിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഭയങ്കര കയ്പ്പാണ്, നമുക്ക് വെള്ളം കുടിക്കാൻ മാത്രം പറ്റത്തുള്ളൂ. ഇതും നാരങ്ങയും ഇഞ്ചിയും ഐസ് ക്യൂബും ഒക്കെ ഇട്ട് മിക്സിയിൽ അടിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പാൽ പോലിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് കിട്ടും കേട്ടോ നാരങ്ങകൾ. അപ്പോൾ അതിനൊക്കെ കൊള്ളത്തിലിപ്പം നമ്മളങ്ങനെ പറിച്ചെടുക്കാറില്ല. ഇങ്ങനെ ഇടയ്ക്ക് വീഴുമ്പോഴത്തേക്ക് എടുക്കും. ഈ ഒരു വലിപ്പമുള്ള നാരങ്ങ തന്നെ ആണെങ്കിൽ നമുക്കത് കുറേ ദിവസത്തേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ എന്തായാലും വലിയൊരു നാരങ്ങ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കറിവേപ്പിലെല്ലാം ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ കടല അങ്ങ് വേഗം അടുപ്പത്തായിട്ട് വെച്ചു കേട്ടോ. ലേറ്റായിട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഡെക്കറേഷനിലൊന്നും കറിയും കാര്യങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ട് കറികളൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ കടലയിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും എല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ച് എടുത്തിരിക്കുക കേട്ടോ. വേവിച്ചിട്ട് നമ്മൾ പിന്നെ പൊടികളെല്ലാം ചേർത്തിട്ട് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പം ഇതുപോലെ നമ്മൾ ജീരകം വെളുത്തുള്ളിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല സ്മെല്ലാണ് നമ്മുടെ ആ ഒരു അപ്പം ചുട്ട് ഓരോന്നും എടുക്കാൻ നേരം. അങ്ങനെ വേഗം തന്നെ അപ്പവും എല്ലാം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. കടലയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് തന്നെ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചൊന്ന് എടുക്കുക കേട്ടോ. അപ്പം കാപ്പിയൊക്കെ റെഡിയായിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും പോയി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഉച്ചക്കത്തെ പ്ലാനെല്ലാം കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് മറ്റേ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പം ഉണ്ടാക്കാം എന്നുള്ള പ്ലാന് മാറ്റിയപ്പോൾ തന്നെ നോക്കിയപ്പോൾ സാധനമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അരിയും പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ പോയി അതെല്ലാം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ഞാനോർത്തത് ഇത് വെച്ച് കഴിയുകയാണെങ്കിൽ അനഹയ്ക്ക് കൂടെ കൊണ്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അത് തന്നെ ആക്കി കേട്ടോ. പിന്നെ ഞാൻ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന പിന്നെ മീൻകറി അങ്ങ് പിന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ രാവിലത്തെ കാപ്പിപ്പൊടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രം കഴുകി രാവിലത്തെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം വേഗം അങ്ങ് കഴുകി മാറ്റിയിട്ട് പിന്നെ
ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പം ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള വെജിറ്റബിളും എല്ലാം എടുത്ത് വെച്ചു. അതുപോലെ റൈസും ഒന്ന് അളന്നെടുക്കണമായിരുന്നു. അങ്ങനെ അതുമൊക്കെ അങ്ങ് വേഗം ഒന്ന് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അരിയൊക്കെ അളന്നെടുത്തിട്ട് പിന്നെ വേഗം നമുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇത് നമുക്ക് കൊണ്ട് കൊടുക്കും. അവൾ കഴിക്കുന്നതിന് മുന്നേ നമ്മളിത് കൊണ്ട് കൊടുക്കണമല്ലോ. അത് കാരണം വേഗം അങ്ങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ഒക്കെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ റൈസ് അങ്ങനെ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈസിന് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അത് ഞാൻ ഒരു പീസ് ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മന്തി റൈസിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ റൈസിൽ ഇങ്ങനെ എടുത്ത് നിൽക്കും. എന്നിട്ട് വേഗം തന്നെ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ്റെ നമ്മൾ റെസിപ്പി പോലെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇതിലങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അതുമൊക്കെ അങ്ങ് പുരട്ടി മാറ്റി ചെയ്തിട്ട് ഇനി അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പം ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മുടെ റൈസ് അങ്ങനെ ഇരുന്ന് വേകുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ വേഗം നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള, അതായത് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കവും അതുപോലെ തന്നെ പിന്നെ സബോളയും എല്ലാം കൂടെ ക്യൂബായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പം അത് ഞാൻ വേഗം തന്നെ അരിഞ്ഞെടുത്തു. എന്നിട്ട് ഇടയ്ക്ക് പോയി ടൈമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു 12:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയെങ്കിൽ കറക്റ്റ് ടൈമിൽ അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു ചെല്ലുന്ന സമയത്ത് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വൈകുന്നേരത്തേക്ക് കഴിക്കാനായിട്ട് മാറ്റി വെച്ച ആകെ അതെല്ലാം തണുത്ത് പോകുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ വേഗം അതെല്ലാം അരിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇഞ്ചിയും ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി വേഗം ചില്ലി ചിക്കൻ റെഡിയാക്കാവേ. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്, റൈസും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ആക്കി നമുക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പം ആമിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒന്നും അങ്ങനെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഇത്തിരി എടുത്ത് കൊടുത്തിട്ട് അവളെയും കൂടെ കഴിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ അതും കൊണ്ട് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം ഒരു കവറിലേക്കാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഞാനിപ്പോൾ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വൈകുന്നേരം ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് ചേച്ചിയും പിള്ളേരും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആമി പിന്നെ അവരുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. ആമി പിന്നെ ആരെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കളിയും ബഹളമായിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു. ഇത് നല്ല കളിയാണല്ലേ, ഇത് എവിടെ നിന്ന് കിട്ടി? വൈകുന്നേരം അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ എനിക്ക് കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കേക്ക് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞാൻ ചെയ്തു. പിന്നെ വൈകുന്നേരം വിളക്കെല്ലാം കത്തിച്ച് അങ്ങനെ ഇരിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പം രാത്രി ആയിട്ടുണ്ട്. വിളക്കെല്ലാം കത്തിച്ച്
നമ്മൾ സ്റ്റാറൊക്കെ ഇട്ട് ഇത് നമ്മൾ സ്റ്റാർ ആക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ബൈ.